അങ്ങനെ നമ്മുടെ ജിസേൽ തക്രാൽ ഒഫീഷ്യലി നമ്മുടെ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി, ഒഫീഷ്യലി എവിക്റ്റായി ബിഗ് ബോസിനകത്തുനിന്ന്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുൻപേ നമുക്ക് ഒരു കാര്യം പറയാനുള്ളത്, അവിടെ നിൽക്കുന്ന ചില കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ പോകേണ്ട ഒരാളായിരുന്നില്ല ജിസേൽ. ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു. അത് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് മാത്രം വോട്ട് ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ അതിനകത്തുനിന്ന് സേവായി. അതുകൊണ്ട് നടന്നൊരു സംഭവമാണിത്. പക്ഷേ ജിസേലിൻ്റെ ഒരു ഒറ്റയ്ക്കുള്ളൊരു ഗെയിം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ബിക്കോസ് ബിഗ് ബോസ് സീസൺ 7 ആലോചിക്കുമ്പോൾ എന്തായാലും ഓർമ്മയിൽ വരുന്ന കുറച്ച് പേരുകളിൽ ഒരാൾ എന്തായാലും ജിസേലായിരിക്കും. അതുകൊണ്ട് തന്നെ ജിസേലിൻ്റെ ഗെയിമിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യണം, അല്ലേ? ബാക്കിയുള്ള വീട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇതിപ്പോൾ കൺഫ്യൂഷൻ വരുത്തിയിട്ടുണ്ടാകും. എന്തുകൊണ്ട് ജിസേൽ ഔട്ടായി? ജിസേൽ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. കാരണം അവിടെയുള്ള ആൾക്കാർ ആദ്യം തൊട്ടേ പറയുന്ന ഒരു ആ പേരാണ് ഹ്യൂമാനിറ്റി, നല്ല ഗെയിമർ, ടാസ്ക് കളിക്കുന്നു. അപ്പം ഇപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പം ഞങ്ങളും നാളെ ഔട്ടാവാൻ സാധ്യതയുണ്ട്. പലരുടെയും മനസ്സിൽ ഞങ്ങൾ അവിടുത്തെ വലിയ ഗെയിമറായിരുന്നു. പലരുടെയും മനസ്സിൽ ജിസേൽ ടോപ്പ് 5 വരേണ്ട ആളായിരുന്നു. അപ്പോൾ ജിസേൽ ഔട്ടായപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു കാണും. അപ്പം മറ്റുള്ള ചില അവിടെ നിൽക്കാൻ ഇപ്പോഴും യോഗ്യതയില്ലാത്ത കുറച്ച് ആൾക്കാരെ നോക്കുമ്പോൾ ജിസേലിൻ്റെ ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ, ആസ് എ ഇൻഡിവിജ്വൽ പ്ലെയർ ജിസേലിന് അവിടെ ഒരു പ്ലേ ഉണ്ടായിരുന്നോ? സ്വന്തമായിട്ടൊരു ഗെയിം ഉണ്ടായിരുന്നോ? ഇല്ല. ആദ്യമേ കോൺട്രവേഴ്സിയിൽ വന്നത് എങ്ങനെയാ? അവിടെ എന്തൊക്കെ റൂൾസ് കൊടുക്കുന്നു അതിനെ ബ്രേക്ക് ചെയ്ത് അതിനകത്ത് അങ്ങനെ ശ്രദ്ധ നേടിയിട്ട് വന്ന ഒരാളാണ് ജിസേൽ. പിന്നെ അനുമോളുമായിട്ടുള്ള കോൺട്രവേഴ്സീസ്, കോഫി മോഷ്ടിച്ച് വെക്കുക, മേക്കപ്പ് സാധനങ്ങൾ മോഷ്ടിച്ച് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അനുമോള് ടാർഗറ്റ് ചെയ്ത സമയത്ത് മാത്രം ടാർഗറ്റായി പെട്ടിട്ട് അങ്ങനെ ഫേമസ് ആളാണ് ജിസേൽ. അല്ലാണ്ട് ജിസേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഗെയിമും ഉണ്ടായിരുന്നില്ല, അല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് തൊട്ട് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ മോഷ്ടിച്ച് വെച്ച് ജിസേലിന് വേണ്ട കുറച്ച് ആൾക്കാരെ, സ്പെഷ്യലി നമുക്ക് മെൻസിനെ തന്നെ എടുക്കാം. അതൊരു തെറ്റാണെന്ന് പറയുന്നില്ല. ജിസേലിന് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ ആഗ്രഹമുള്ളത് മെൻസിൻ്റെ കൂടെ ആയിരിക്കും. അപ്പം ഇതുപോലത്തെ ഫുഡ് സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് വെക്കുക, ഫുഡ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കുറേ ആൾക്കാരെ തൻ്റെ സ്വന്തം വരുതിയിൽ പിടിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു ജിസേൽ അവിടെ. അപ്പം അതിലൂടെയാണ് ജിസേൽ അവിടെ ഫേമസ് ആയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെയുള്ള പല കണ്ടസ്റ്റൻസും ഇത് തിരിച്ചറിയാൻ തുടങ്ങി. സെൽഫ് അനലൈസ് ചെയ്തപ്പോൾ ഞങ്ങൾ ജിസേലിൻ്റെ അടിയിലാണ്. ആദ്യം ഇത് മനസ്സിലാക്കിയത് അനുമോളാണ്. അനുമോൾ അത് പറഞ്ഞപ്പോൾ എല്ലാവരും എഗെയിൻസ്റ്റ് നിന്നു. ബട്ട് ഗ്രാജുവലി ആൾക്കാരത് മനസ്സിലാക്കി ജിസേലിൻ്റെ അടുത്തുനിന്ന് പതിയെ അകലാൻ തുടങ്ങി. പിന്നെ ജിസേലിൻ്റെ കൂട്ടുകെട്ടിലുണ്ടായിരുന്ന പല ആൾക്കാരും എവിക്റ്റായിപ്പോയി. റെന ഫാത്തിമ ഉൾപ്പെടെ അവിടെയുള്ള പല ആൾക്കാരും ജിസേലിൻ്റെ സ്വഭാവം മനസ്സിലാക്കി പുൾ ഔട്ട് ചെയ്തു. ജിസേലിൻ്റെ അടുത്തുനിന്ന് മാറി തുടങ്ങി. അപ്പോൾ ജിസേലിന് മനസ്സിലായി ഇത് ജിസേൽ ഉദ്ദേശിക്കുന്ന പോലെ നടക്കില്ല. പിന്നെ ആര്യനുമായിട്ടുള്ള കൂട്ടുകെട്ട് ജിസേൽ ഭയങ്കര സ്ട്രോങ് ആക്കി അവിടെ വെച്ചു. ആ സ്ട്രോങ് ആക്കി വെച്ച സമയത്തും അതും ആൾക്കാർ തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ചും പറയാൻ തുടങ്ങിയപ്പോൾ ആര്യനും പെതിയെ വലിയാൻ തുടങ്ങി. അപ്പോൾ പുറത്തൊരു ടോക്ക് വന്നു, ജിസേൽ ഇല്ലാതായി കഴിഞ്ഞാൽ ആര്യന് നന്നായിട്ട് ഗെയിം കളിക്കാം. അവിടെയും ജിസേലിൻ്റെ പേര് പറയുന്നില്ല. ആര്യനുമായിട്ടുള്ള കൂട്ടുകെട്ട് മാറ്റി വെച്ചാൽ ജിസേൽ നന്നായിട്ട് പ്ലേ ചെയ്യുന്നു ഒരു മനുഷ്യരും, അത് അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, ആരും തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ജിസേലിന് അവിടെ ഒരു ഗെയിമില്ല. അവിടെയുള്ള ആൾക്കാരെ വരുതിയിൽ നിർത്തി അവരോട് ഫ്രണ്ട്ഷിപ്പ് കൂടി അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇതുകൊണ്ടാണ് ജിസേൽ ഇത്രയും നാൾ അവിടെ പിടിച്ചു നിന്നത്. അങ്ങനെ ജിസേലിൻ്റെ ഓരോ ഹോൾഡും അവിടെ നിന്ന് മാറിപ്പോയപ്പം ജിസേലിൻ്റെ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് മാറി. അതുപോലെ അനു എപ്പം ജിസേലിനെ ടാർഗറ്റ് ചെയ്ത് നിർത്തിയോ അതോടെ ജിസേലിൻ്റെ ഗെയിം കംപ്ലീറ്റ്ലി പൊളിഞ്ഞു. പിന്നെ വെറുതെ അവിടെ നിൽക്കുന്ന ഒരാളായിട്ട് മാത്രമേ ഉള്ളൂ ജിസേൽ. ആരുടെയും ഗെയിംസിൽ ഇടപെടില്ല, ആരുടെയും കാര്യത്തിൽ അഭിപ്രായം പറയില്ല, ഒരു കാര്യങ്ങളിലും ഇൻവോൾവ് ആവില്ല, ഒന്നിനും ജിസേൽ അഭിപ്രായമില്ല. ആരെയും വെറുപ്പിക്കാതെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പോവായിരുന്നു. പിന്നെ പല കോൺട്രവേഴ്സീസ് വന്നപ്പോഴും, കോഫിയുടെ കാര്യങ്ങൾക്കും പല കോൺട്രവേഴ്സീസ് വന്നപ്പോഴും, മേക്കപ്പിൻ്റെ ആയിക്കോട്ടെ, എല്ലാത്തിലും അന്ന് ജിസേലിനെ കൂട്ടുകെട്ടി നിന്ന പല ആൾക്കാരും തിരിഞ്ഞപ്പം ജിസേലിൻ്റെ ഗെയിം പൊളിഞ്ഞെന്ന് മാത്രമല്ല അന്ന് അവരെ മാനിപ്പുലേറ്റ് ചെയ്താൽ നിർത്താൻ ജിസേലിന് കഴിഞ്ഞു, ഈ ഫുഡൊക്കെ കൊടുത്ത്. പക്ഷേ പുതപ്പിൻ്റെ അടിയിലുള്ള ആ പ്രശ്നം വന്നപ്പോഴും അത് കഴിഞ്ഞ് ഷാനവാസ് ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊന്നും ജിസേലിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ജിസേൽ അവിടെ ശാന്തമായിട്ട് നിന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്താ, ജിസേൽ നല്ല കുട്ടി, ജിസേൽ ഇങ്ങനെ റിയാക്ട് ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല. പക്ഷേ ആ പറഞ്ഞ ആൾക്കാർ അവരുടെ പോയിൻറ്റ്സിൽ സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിന്ന് അവരുടെ ഗെയിം അവർ ശക്തീകരിച്ചു. അവർ പറഞ്ഞത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ. പക്ഷേ ജിസേലിന് അവിടെ ഒരു ഗെയിമും ഇല്ല, ഒരു കാര്യത്തിലും ഒരു ഗെയിം ഇല്ല എന്നുള്ളതാണ് പുള്ളിക്കാരത്തിൻ്റെ ഏറ്റവും ഒരു വീക്കായിട്ടുള്ളൊരിത്. അതേപോലെ തന്നെ ജിസേലിനെ സംബന്ധിച്ചൊരു ഓപ്പൺ ഫ്രണ്ട്ഷിപ്പൊക്കെയാണ് നമ്മുടെ ബാക്കിയുള്ള ആളുകളുമായിട്ടൊക്കെ.
പിന്നെ ജിസേൽ പുറത്ത് പോകാനുള്ളൊരു റീസണും ഇത് തന്നെയാണ്. ഓപ്പൺ ഫ്രണ്ട്ഷിപ്പാണ് ബാക്കിയുള്ള ആളുകളുമായിട്ടൊക്കെ. അപ്പം അത് പല ആൾക്കാർക്കും പിടിക്കുന്നില്ല. എസ്പെഷ്യലി ആര്യനായിട്ടുള്ള കേസൊക്കെ അതൊക്കെ വളരെ നെഗറ്റീവായിട്ട് കുറച്ച് മലയാളി ഓഡിയൻസിൻ്റെ ഇടയിൽ എത്തിയിട്ടുണ്ട്. അതൊരിക്കലും ഞാനതിനെ സപ്പോർട്ട് ചെയ്യില്ല. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ആയിരിക്കണമെന്ന്. പക്ഷെ അത് ഇഷ്ടമല്ലാത്ത ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്റ്റിൽ ഉണ്ട്. അതേപോലെ ഡ്രസ്സിങ് ഇഷ്ടമില്ലാത്തവർ. പിന്നെ ജിസേലിൻ്റെ ഏറ്റവും ഒരു പ്രധാന പ്രശ്നം ലാംഗ്വേജ് ബാരിയറാണ്. എങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്ത് പറയണം, അല്ലെങ്കിൽ ഇടിച്ച് നിൽക്കാൻ നമ്മൾ പറയുന്ന പോലെ ഈ അനുമോളൊക്കെ സംസാരിക്കുന്ന പോലെ ബളബള സംസാരിക്കാൻ അറിയില്ല. അതും പുള്ളിക്കാരത്തിൻ്റെ ഒരു ബാരിയർ തന്നെയായിരുന്നു. ബട്ട് ഇതില്ലാതെയും ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. ഇതധികം പറയാതെയും ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട്. ആവശ്യത്തിനെങ്കിലും അറ്റ്ലീസ്റ്റ് സംസാരിക്കണമായിരുന്നു. അപ്പം പുള്ളിക്കാരത്തിയായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു സംഭവം ഉണ്ടല്ലോ, എല്ലാവരെയും ഫുഡ് കൊടുത്ത്, അല്ലെങ്കിൽ എല്ലാവരെയും ഹോൾഡ് ചെയ്ത്, എല്ലാവരെയും സ്നേഹം കാണിച്ച്, അങ്ങനെ നിർത്തിപ്പോയത് ഒരു സമയത്ത് സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് പല ഗെയിമേഴ്സും ബാക്ക് ഔട്ട് ചെയ്ത സമയത്താണ് ആക്ച്വലി ജിസേലിൻ്റെ ഗെയിം തീർന്നത്. അതോടുകൂടി ജിസേൽ ഒന്നുമല്ലാതായി. പതിയെ ഗെയിം ഭയങ്കര വീക്കാവാൻ തുടങ്ങി. ഒന്നും കളിക്കാതെയായി. അങ്ങനെയാണ് ജിസേൽ ഔട്ടായത്. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നു, അവിടെ നിൽക്കുന്ന പലരേക്കാളും ഇപ്പോഴും നിൽക്കാൻ അർഹതയുണ്ട് ജിസേലിന്. ഇപ്പം സാബുമാനായിക്കോട്ടെ, ഒരു കാര്യവുമില്ല, ജസ്റ്റ് ഫുഡ് കഴിക്കാൻ മാത്രം. അതിൻ്റെ വെച്ച് നോക്കുമ്പോൾ ജിസേൽ എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻ പറയുന്നുണ്ട്. പിന്നെ ഇതൊരു അൺഫെയർ ആണോ ഫെയർ ആണോ എന്ന് ചോദിച്ചാൽ സ്റ്റിൽ എനിക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് പുള്ളിക്കാരത്തി പേഴ്സണൽ ഗ്രഡ്ജൊന്നും വെക്കാറില്ല എന്നൊക്കെ പല കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടു. പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അന്ന് ഗ്യാങ് ഉണ്ടായിരുന്ന സമയത്ത്, പുള്ളിക്കാരത്തിക്ക് സപ്പോർട്ടുകൾ ഒരുപാടുണ്ടായിരുന്ന സമയത്ത് നല്ല പേഴ്സണൽ ഗ്രഡ്ജ് അനുവിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അത് ആ ഡ്രസ്സ് മാറ്റി വെച്ചതായിക്കോട്ടെ, ഡ്രസ്സ് എടുത്ത് തിരിച്ച് ആക്ടിവിറ്റി റൂമിലോട്ട് എറിഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഗ്രഡ്ജ് വെച്ച് അനുവിനിട്ട് തിരിച്ച് പാര പണിയാൻ ഗ്രൂപ്പ് കൂടുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പുള്ളിക്കാരത്തെ തഴഞ്ഞപ്പോഴാണ് അനുവുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പിന് കൂടി ചേർന്ന് നിന്നത്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയത് ഈ ഒരു വീഡിയോ കണ്ടിട്ട്? ജിസേലിൻ്റെ ഗെയിമിനെ കുറിച്ച് നിങ്ങൾ എന്താണ് അനലൈസ് ചെയ്തത്? ഇതൊരു ഫെയർ എവിക്ഷൻ ആയിരുന്നു, അതോ അൺഫെയർ എവിക്ഷൻ ആയിരുന്നു? അങ്ങനെ ജിസേലിനെക്കാട്ടിലും അവിടെ അർഹതയില്ലാത്ത ആരെങ്കിലുമൊക്കെ ഇപ്പോഴും നിപ്പുണ്ടോ എന്നൊക്കെയുള്ള നിങ്ങളുടെ കമൻസ് ഇതിൻ്റെ അടിയിൽ ഒന്ന് രേഖപ്പെടുത്തണം. താങ്ക്സ് ഫോർ വാച്ചിങ്.